ഇവിടെ ധാരാളം വെള്ളരിച്ചെടികൾ ഉണ്ടായിരുന്നതാണ്. പലതരത്തിലുള്ള ചെറിയ ചെടിച്ചട്ടിയിലും വലിയ ചെടിച്ചട്ടിയിലൊക്കെ നല്ലോണം പൂക്കളുണ്ടായി. കായുള്ള പൂക്കളും കായില്ലാത്ത പൂക്കളൊക്കെ എല്ലാം കരിഞ്ഞു പോയി. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ആകെ ഈ ഒരു ചെടിയാണ് മിച്ചം വന്നിരിക്കുന്നത്. ഇത് പിന്നീട് രണ്ടാമത്തെ സെറ്റ് വിത്ത് നട്ടയിൽ ആകെ ഒരെണ്ണേ മുളച്ചുള്ളൂ. സാധാരണ അങ്ങനെയാണ്. ആദ്യത്തെ സെറ്റ് നടുമ്പോൾ കുറേ എണ്ണം മുളയ്ക്കും, പിന്നീട് നടുമ്പോൾ കുറച്ചേ മുളയ്ക്കുള്ളൂ. വിത്ത് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ അങ്കുരണ ശേഷിയോ മുളയ്ക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് കാണുന്നതൊക്കെ ഉണങ്ങിയ പടവല വള്ളിയാണ്. അതിൻ്റെ ഒരു വള്ളിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രാഫ്റ്റല്ല ലെയർ ചെയ്യാൻ ശ്രമിച്ചത്. കറിവേപ്പുണ്ട് അവിടെ. ഈ കാണുന്നത് എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ആ കറിവേപ്പ് തിന്ന കാറ്റർപില്ലറിൻ്റെ വകുപ്പാണെന്ന് തോന്നുന്നത്. പക്ഷേ കാറ്റർപില്ലറിനെ അവിടെ മഷിയിട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എവിടെ പോയാവോ. തൊട്ടടുത്ത് കോളിഫ്ലവറും കാണാനുണ്ട്. കറിവേപ്പ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പക്ഷെ കുറേ കൊല്ലമായതാണ്. ഇതുപോലെയുള്ള കാറ്റർപില്ലർ ഉപദ്രവങ്ങൾ കൊണ്ടാണ് അതിങ്ങനെ വളർച്ച കുറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ മരം ആവേണ്ടതാണ്. പിന്നെ അവിടെ മണ്ണിൽ വളം കുറവാണ്. ആ കറിവേപ്പ് ചെടിച്ചട്ടിയിലല്ല കേട്ടോ, നിലത്ത് തന്നെയാണ് നട്ടിരിക്കണേ. ഈ ചെടിച്ചട്ടിയിൽ മണ്ണ് കുറവാണ്. ഇനിയിപ്പം ഈ വെള്ളരി നന്നാവുകയാണെങ്കിൽ ഞാൻ കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ പ്ലാൻ. എന്താ വെച്ചാൽ ഇതിന് എങ്ങാനും പൂവിട്ട് കിട്ടുകയാണെങ്കിൽ, ഇത് ഇതുവരെ പൂവിട്ടിട്ടില്ല. മറ്റതൊക്കെ വേഗം പൂവിട്ടുണ്ടായിരുന്നു, ഇത് ഇതുവരെ പൂവിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് രക്ഷ ചെയ്ത് നോക്കാം.